78 ഗുരുക്കന്മാർ പാരായണ പരിശീലനം നൽകിയ സംസ്ഥാനത്തെ 14 ജില്ലകളിലെ വിദ്യാർത്ഥികളാണ് രാമായണ പാരായണം ചെയ്തത്. റിട്ടയർഡ് ജില്ലാ ജഡ്ജ് സുന്ദരൻ ഗോവിന്ദ് ഉദ്ഘാടനം നിർവഹിച്ചു. സനാതന ധർമ്മമുണ്ടെങ്കിലേ ഈ പ്രപഞ്ചം നിലനിൽക്കുകയുള്ളൂ എന്ന് സുന്ദരൻ ഗോവിന്ദ് പറഞ്ഞു. ഇതൊരു പുണ്യപ്രവൃത്തിയാണ്. രാമതത്വം എല്ലാവരിലേക്കും എത്തിക്കുകയാണ് യജ്ഞത്തിന്റെ ലക്ഷ്യം. സനാതനം ധർമ്മപാഠശാല സംയോജകൻ രാജേഷ് നാദാപുരം അധ്യക്ഷത വഹിച്ചു. രാമരാജ്യം പ്രോഗ്രാം വൈസ് ചെയർമാൻ PV അധികായൻ, കോർഡിനേറ്റർ ശ്രീകുമാർ പരിയാനംപറ്റ, സനാതനം ധർമ്മപാഠശാലയ്ക്ക് ഭൂമി സൗജന്യമായി നൽകിയ മാണിക്യൻ രാധാകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. ഏപ്രിൽ മാസം മുതൽ ഗുരുക്കന്മാർ കുട്ടികൾക്ക് പരിശീലനം നൽകി വരികയായിരുന്നു. 7 കാണ്ഡങ്ങളിലെ തിരഞ്ഞെടുത്ത ഭാഗങ്ങളാണ് ഓരോ ജില്ലകളിലെയും കുട്ടികൾ പാരായണം നടത്തിയത്. ദേവകളാലും അസാധ്യമായുള്ളോന്നു കേവലം മാരുതി ചെയ്തതോർക്കും വിധൗ ചിത്തേ നിരൂപിക്ക പോലും അശക്യമാം അധിശതയോജനായ തമശ്രമം ലംഘിച്ചു രാക്ഷസ വീരരെയും കൊന്നു ലങ്കയും ചുട്ടുപൊട്ടിച്ചിതു ദൈസ്മയം. ഇങ്ങനെയുള്ള ഭൃത്യന്മാരൊരുത്തനും എങ്ങോരോ നാളുമില്ലെന്നു നിർണയം. എന്നെയും ഭാനുവംശത്തെയും ലക്ഷ്മണൻ തന്നെയും മിത്രാത്മജനെയും കേവലം മൈഥിലിയെ കണ്ടുവന്നതു കാരണം വാദാത്മജൻ പരിപാലിച്ചിതു ദൃഢം. അങ്ങനെയായതെല്ലാം ഇനിയുമുടൻ എങ്ങനെ വാരിധിയെ കടന്നിടുന്നു നക്രമകരചക്രാതി പരിപൂർണം ഉഗ്രമായുള്ള സമുദ്രം കടന്നുപോയി രാവണനെ പടയോടുമൊടുക്കി ഞാൻ ദേവിയെ എന്നു കാണുന്നിതു ദൈവമേ. രാമവാക്യം കേട്ടു സുഗ്രീവനും പുനരാമയം തീരുമാറാശു ചൊല്ലിടിനാൻ. ലംഘനം ചെയ്തു സമുദ്രത്തെയും ബദ ലങ്കയും ഭസ്മീകരിച്ച വിളംബിതം. രാവണൻ തന്നെ സകുലം കൊല ചെയ്തു ദേവിയെയും കൊണ്ടുപോരുന്നതുണ്ടു ഞാൻ. ചിന്തയുണ്ടാകരുതേതുമേ മാനസേ ചിന്തയാകുന്നതു കാര്യവിനാശിനി. ആരാലുമോർത്താൽ ജയിച്ചുകൂടാതൊരു ശൂരരിക്കാണായ വാനര സഞ്ചയം. വന്നിയിൽ ചാടേണമെന്നു ചൊല്ലിടിലും പിന്നെയാമെന്നു ചൊല്ലുന്നവരല്ലിവർ. വാരിധിയെ കടപ്പാനുപായം പാർക്ക നേരമിലിക്കളയാതെ രഘുപതേ. ലങ്കയിൽ ചെന്നു നാം പുക്കിതെന്നാകിലോ ലങ്കേശനും മരിച്ചാനെന്നു നിർണയം. ലോകത്രയത്തിങ്കലാരിതീർക്കുന്നിതു രാഘവ നിൻ തിരുമുമ്പിൽ മഹാരണേ. അസ്ത്രീണ ശോഷണം ചെയ്ക ജലധിയെ സത്വരം സേതു ബന്ധിക്കിലുമാം ദൃഢം. വല്ല കണക്കിലുമുണ്ടാം ജയം തവ നല്ല നിമിത്തങ്ങൾ കാണ രഘുപതേ. ഭക്തിശക്തിയന്വിത മിത്രപുത്രോക്തികളിത്തമാകർണ്യകാകുൽസ്ഥനും തൽക്ഷണേ. മുമ്പിലാം മാറു തൊഴുതു നിൽക്കും വായു സംഭവനോടു ചോദി
കാണിച്ചരുളിടിനാൻ. ലങ്കാവിവരണം. ലങ്കാപുരത്തിങ്കലുള്ള വൃത്താന്തങ്ങൾ ശങ്കാവിഹീനമെന്നോടറിയിക്കനീ. കോട്ടമതിൽ കിടങ്ങെന്നിവയൊക്കവേ കാട്ടിത്തരിക വേണം ഭവാൻ എന്നതു കേട്ടു തൊഴുതുവതാത്മജൻ നന്നായി തെളിഞ്ഞുണർത്തിച്ചരുളിടിനാൻ. മധ്യേ സമുദ്രം ത്രികൂടാചലം വളർന്നത്യുന്നതമതിൻ മൂലങ്കാപുരം. പ്രാണഭയമില്ലയാത ജനങ്ങൾക്കു കാണാൻ കനകവിമാനസമാനമായി വിസ്താരമുണ്ടെഴുന്നൂറു യോജന. പുത്തൻ കനകമതിലതിൻ ചുറ്റുമേ ഗോപുരം 4 ദിക്കിങ്കലുമുണ്ടതി ശോഭിതമായതിനേഴു നിലകളും. അങ്ങനെ തന്നെ അതിനുള്ളിലായി പൊങ്ങും മതിലുകളേഴുണ്ടൊരു പോലെ. 7 4 ഗോപുര പങ്ക്തിയും ചുഴവുമായി 28 ഗോപുരം. എല്ലാത്തിനും കിടങ്ങുണ്ടത്യഗാധമായി ചൊല്ലുവാൻ വേലയന്ത്രപ്പാല പങ്ക്തിയും. അണ്ടർകോന്തിക്കിലെ ഗോപുരം കാപ്പതിനുണ്ടു നിശാചരന്മാർ 10,000. ദക്ഷിണ ഗോപുരം രക്ഷിച്ചു നിൽക്കുന്ന രക്ഷോപരരുണ്ടു 100,000 സദാ. ശക്തരായി പശ്ചിമ ഗോപുരം കാക്കുന്ന നക്തഞ്ചരരുണ്ടു 10,100,000. ഉത്തര ഗോപുരം കാത്തു നിൽപ്പാനതി ശക്തരായുണ്ടൊരു 1,00,00,000 നിശാചരർ. ദിക്കുകൾ 4-ലുമുള്ളതിലർദ്ധമുണ്ടുഗ്രതയോടു നടുവു കാത്തിടുവാൻ. അന്തപുരം കാപ്പതിന്നുമുണ്ടത്ര പേർ മന്ത്രശാലയ്ക്കുണ്ടതിലിരട്ടീശനം. ഹാടക നിർമ്മിത ഭോജനശാലയും നാടകശാല നടപ്പന്തൽ പിന്നെയും മജ്ജനശാലയും മദ്യപാനത്തിനു നിർജ്ജനമായുള്ള നിർമ്മലശാലയും. ലങ്കാവിരചിതാലങ്കാരഭേദമാതങ്കാപഹം പറയാവല്ലനന്ദനും. തൽപുരം തന്നിൽ നീളെ തിരഞ്ഞേനഹം മൽപിതാവിൻ നിയോഗേന ചെന്നേൻ ബലാൽ. പുഷ്പിതോദ്യാനദേശേ മനോമോഹനേ പത്മജാദേവിയെയും കണ്ടുകൂപ്പിനേൻ. അങ്കുലീയം കൊടുത്താശു ചൂടാരത്നമിങ്ങു വാങ്ങിക്കൊണ്ടടയാളവാക്യവും കേട്ടു വിടവഴങ്ങിച്ചു പുറപ്പെട്ടു. കാട്ടിയേൻ പിന്നെ കുറഞ്ഞോരവിവേകം. ആരാമമെല്ലാം തകർത്തതു കാക്കുന്ന വീരരെയൊക്കെ ക്ഷണേന കൊന്നിടിനേ. രക്ഷോവരാത്മജനാകിയ ബാലകനക്ഷകുമാരനവനെയും കൊന്നു ഞാൻ. ഇന്നു വേണ്ട ചുരുക്കി പറഞ്ഞിടുവൻ മന്നവലങ്കാപുരത്തിങ്കലുള്ളതിൽ 4 സൈന്യമൊടുക്കി വേഗേന പോയി കാലേ ദശമുഖലെ കണ്ടു ചൊല്ലിനേ. നല്ലതെല്ലാം
കൊല്ലുവാൻ വന്നവരോടു വിഭീഷണൻ ചൊല്ലിനാനഗ്രജൻ തന്നോടു മാതരാൽ കൊല്ലുമാറില്ല ദൂതന്മാരെ ആരുമേ. ചൊല്ലുള്ള രാജധർമ്മങ്ങളറിഞ്ഞവർ കൊല്ലാതയക്കടയാളപ്പെടുത്തതു നല്ലതാകുന്നതെന്നപ്പോൾ ദശാനനൻ ചൊല്ലിനാൻ വാലധിക്കഗ്നി കൊളുത്തുവാൻ. സസ്നേഹവാസസാപുച്ഛം പൊതിഞ്ഞവർ അഗ്നി കൊളുത്തിനാരപ്പോളടിയനും ചുട്ടുപൊട്ടിച്ചേരുന്നൂറു യോജന വട്ടമായുള്ള ലങ്കാപുരം സത്വരം. മന്നവലങ്കയിലുള്ള പടയിൽ നാലൊന്നു മുടുക്കിനേ പ്രസാദത്തിനാൽ ഒന്നുകൊണ്ടു മിനിക്കാല വിളംബനം. നന്നല്ല പുക പുറപ്പെടുകാശു നാം യുദ്ധസന്നദ്ധരായി ബദ്ധരോഷം മഹാ പ്രസ്ഥാനമാശു ഗുരു ഗുരു വിക്രമം. സംഖ്യയില്ലാതോളമുള്ള മഹാകവി സംഘേന ലങ്കാപുരിക്കു ശങ്കാപഹം. ലംഘനം ചെയ്തു നക്തൻ ശരനായകർ കിങ്കരന്മാരെ ക്ഷണേന പിതൃപതി. കിങ്കരന്മാർക്കു കൊടുത്തു ദശാനന കൃതിയും തീർത്തു സങ്കരാന്തേ ബലാൽ. പങ്കജനേത്രയെ കൊണ്ടുപോരാം വിഭോ പങ്കജനേത്ര പരം പുരുഷ പ്രഭോ. യുദ്ധയാത്ര. അഞ്ജനാനന്ദനൻ വാക്കുകൾ കേട്ടത് സഞ്ജാത കൗതുകം സംഭാവ്യ സാദരം. അഞ്ജസാ സുഗ്രീവനോടരുൾ ചെയ്തിതു കഞ്ചവിലോചനാകിയ രാഘവൻ. ഇപ്പോൾ വിജയ മുഹൂർത്തകാലം പടയ്ക്കുൽപ്പന്നമോദം പുറപ്പെടുകേവരും. നക്ഷത്രമുദ്രമതും വിജയപ്രദം രക്ഷോജനക്ഷമാമൂലം ഹരിപ്രദം. ദക്ഷിണ നേത്രസ്ഫുരണവുമുണ്ടുമേ ലക്ഷണമെല്ലാം നമുക്കു ജയപ്രദം. സൈന്യമെല്ലാം പരിപാലിച്ചു കൊള്ളണം. സൈന്യാധിപനായ നീലൻ മഹാബലൻ മുമ്പും നടുഭാഗവും ഇരുഭാഗവും പിൻപടയും പരിപാലിച്ചു കൊള്ളുവാൻ. വമ്പരാം വാനരന്മാരെ യോഗിക്ക രംഭപ്രമാധി പ്രമുഖരായുള്ളവർ. മുമ്പിൽ ഞാൻ മാരുതി കണ്ഠവുമേറിമൽ പിമ്പേ സുമിത്രാത്മജനങ്കതോപരി. സുഗ്രീവനെന്നെ പിരിയാതരികവേ നിർഗമിച്ചിടുക മറ്റുള്ള വീരരും. നീലൻ ഗജൻ ഗവയൻ ഗവാക്ഷൻ ബലി ശൂലിസമാനനാം മൈന്ദൻ വിവീരനും. പങ്കജ സംഭവ സൂനും സുഷീണനും തുങ്കന്നളനും ശതബലി താരനും. ചൊല്ലുള്ള വാനര നായകന്മാരോടു ചൊല്ലുവാനാവതല്ലാതൊരു സൈന്യവും കൂടി പുറപ്പെടുകേതുമേ വൈകരു. താടലുണ്ടാകരുതാർക്കും വഴികെടോ. യുദ്ധമരുൾ ചെയ്തു മർക്കട സൈനിക മധ്യേ സഹോദരനോടും
രഘുപതി നക്ഷത്രമണ്ഡല മധ്യേ വിളങ്ങുന്ന നക്ഷത്രനാഥനും ഭാസ്കരദേവനും ആകാശമാർഗെ വിളങ്ങുന്നതുപോലെ ലോകനാ